അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മിൽക്ക് ഹൽവ, അവൽ ചേർത്ത മിൽക്ക് ഹൽവ കഴിഞ്ഞൊരു 15-20 മിനിറ്റായിട്ട് ഞാൻ ഇളക്കുന്നു. 1/2 ലിറ്റർ പാലും ഒരു കുഞ്ഞ് ബീട്രൂട്ടും ഒരു 1.5 പിടി അവലും കുറച്ച് പഞ്ചസാരയും, വേണ്ട പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൂടി ഇളക്കേണ്ടി വരും. പക്ഷേ കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ, ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, മിൽക്ക് പേടയോ മിൽക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഹെൽത്തിയാണ്. ബീട്രൂട്ട് ഉള്ളിച്ചെല്ലും, അവലുള്ളിച്ചെല്ലും, ചുവന്ന അവലാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ തവിടുള്ള അവലുള്ളിച്ചെല്ലും വളരെ ഹെൽത്തിയാണ്. ഒരു 20 മിനിറ്റ് മെനക്കെട്ടാൽ മതി, നമുക്ക് ഒരു ദിവസത്തെ സ്നാക്സിനുള്ളത് ഉണ്ടാക്കാം. പിന്നെ ഇതിന് പകരം തേങ്ങാപ്പാലിനും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഇതിപ്പോൾ പശുവും പാലും പഞ്ചസാരയാണ്, അത് അത്ര ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും പറ്റില്ലെങ്കിലും വല്ലപ്പോഴും ഇത് കുട്ടികൾ ചോക്ലേറ്റൊക്കെ കഴിക്കാൻ വാശി പിടിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. എന്തായാലും ഏത് കാട്ടുപറമ്പൻ ചേട്ടനായാലും കിളി പറക്കുമെന്ന് ഉറപ്പ്. ട്രൈ ചെയ്ത് നോക്കൂ.